ഓം ശാന്തി. നാളെ ഒരു ഫംഗ്ഷനാണ്, അതിൻ്റെ പെർഫോമൻസിൻ്റെ ദിവസമാണ്, എന്തെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസിൻ്റെ ദിവസമാണ്, അഥവാ ആരെങ്കിലുമായിട്ട് ഒരു കാര്യം ചർച്ച ചെയ്ത് ഉറപ്പിക്കേണ്ടതായിരിക്കുന്ന ദിവസമാണ്. അതല്ലെങ്കിൽ ജീവിതത്തിൽ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതായിരിക്കുന്ന എന്തെങ്കിലും ഒരു സന്ദർഭത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ, ഇങ്ങനെ പല സാഹചര്യത്തിലായിട്ട് വല്ലാതെ ടെൻഷൻ അനുഭവിക്കുന്ന കുറേ ആളുകൾ എൻ്റെ അടുത്ത് അതിനൊരു സൊല്യൂഷൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മനസ്സിലൊരു ഭയം അഥവാ ടെൻഷൻ, വറി, ഫിയർ ഇതിലേതെങ്കിലും ഉണ്ടാവുമ്പോൾ, അത് ആകാംക്ഷയാവട്ടെ, ടെൻഷനാവട്ടെ, ഭയമാവട്ടെ, എല്ലാം തന്നെ സങ്കല്പത്തിലൂടെയാണ് ആരംഭിക്കുന്നത്. ഒരു സങ്കല്പം, ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു ഇമേജ്, മെൻ്റൽ ഇമേജ്, മനഃചിത്രം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നെഗറ്റീവായ ലെവലിൽ കയറി വരികയാണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുക. നാളെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ, അഥവാ നാളെ എനിക്കൊരു കൂട്ടത്തിനോട് സംസാരിക്കണമെങ്കിൽ, നാളെ ഒരു കാര്യത്തിൽ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് അത് സക്സസ്ഫുള്ളായിട്ട് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വീക്കായിരിക്കുന്ന സമയത്ത് അതാദ്യം തന്നെ കാണിച്ചു തരിക അതിൻ്റെ നെഗറ്റീവ് സൈഡാണ്. ഞാൻ സംസാരിക്കാൻ പോകുന്നതാണെങ്കിൽ സംസാരിക്കാൻ പോയിട്ട് കിട്ടാതെ ഡബാന്ന് പറയുന്നതും, ആ ബബ്ബ അടിക്കണ കണ്ടപ്പോൾ എല്ലാവരും കൂടെ കൂക്ക് വിളിക്കുന്നതും, ഒരു മനസ്സിനുള്ളൊരു ചിത്രം വന്നു കഴിഞ്ഞാൽ ആ ചിത്രം അവിടെ നിൽക്കില്ല. അത് അങ്ങനെ യാത്ര ചെയ്ത് അതിൻ്റെ മാക്സിമം ഉള്ളതായിരിക്കുന്ന നെഗറ്റീവ് മൂവി നമുക്ക് കാണിച്ചു തരാൻ തുടങ്ങും. ഈ നെഗറ്റീവ് മൂവി വരാൻ തുടങ്ങിയാലാണെങ്കിൽ അതിൻ്റെ ഫ്ലോ കട്ട് ചെയ്യാനായിട്ട് പ്രയാസമായി മാറും മനുഷ്യന്മാർക്ക്. കാരണം ഓരോ പ്രാവശ്യം ആ നെഗറ്റീവ് മൂവി കാണും തോറും നമ്മുടെ എനർജി ലൂസാവും തോറും എഗെയിൻ ആൻഡ് എഗെയിൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കുറേയും കൂടെ സ്ട്രോങ് ആയി ആ നെഗറ്റീവ് പിക്ചർ റിയാലിറ്റിയാണ് എന്ന് നമ്മൾ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ വരാൻ തുടങ്ങും. ഓരോ സമയത്തും മനസ്സിൻ്റെ ഉള്ളിൽ ഈ നെഗറ്റീവ് മൂവി നടക്കുന്ന സമയത്ത് ഉപബോധ മനസ്സ് അത് റിയാലിറ്റിയാണ് എന്ന ഭാവത്തോടെ കേൾക്കാനും കാണാനും സ്വീകരിക്കാനും തുടങ്ങും. പലതവണ അത്തരത്തിൽ നെഗറ്റീവ് മൂവി നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ നടന്നതുകൊണ്ടും അത് ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടും ഒരു സന്ദർഭം വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് ആ ഒരു പിക്ചർ, ഇൻ്റർവ്യൂ, അതല്ലെങ്കിൽ നാളെ ഒരാളെ കാണേണ്ടത്, സംസാരിക്കേണ്ടത്, അഭിമുഖീകരിക്കേണ്ടത്, ഇങ്ങനെ ടാസ്ക് എന്ന് തോന്നുന്ന ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് ഈ മൂവിയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യും. ഇത് വീണ്ടും ഓപ്പൺ ചെയ്യും. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ദ ഫുൾ ഫീലിംഗ്, അത് ഭയമാവട്ടെ, നിരാശയാവട്ടെ, ടെൻഷനാവട്ടെ ഒഴുകി വരും. ഇങ്ങനെ ഒരു സന്ദർഭത്തെ അതിജീവിക്കണമെന്ന് കരുതിക്കൊണ്ട് പഠിച്ചു, കണ്ണാടിയുടെ മുന്നിൽ പോയിന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ പലവട്ടം പ്ലാൻ ചെയ്തു, റെഡിയാക്കി ഒക്കെ ചെയ്തു. പക്ഷേ ഈ മനഃചിത്രം നിങ്ങളുടെ ഉള്ളിൽ റൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല, ഈ പ്രാവശ്യം വേണ്ട, ഇനിയൊരു പ്രാവശ്യമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യത്തെ മാറ്റി വെക്കുക. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതൊന്നും സംസാരിച്ച് മനസ്സിലാക്കിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറൊരാളെ സപ്പോർട്ട് എടുക്കുക, അതല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല, വേറെ ആരെങ്കിലും ചെയ്യാൻ ഏൽപ്പിച്ചോളൂ, അതല്ല ഇത് നമുക്ക് നിവൃത്തിയുള്ളൂ എങ്കിൽ ഞാനത് തോറ്റ് ഇങ്ങോട്ട് വരികയും ചെയ്യും. റീസൺ മറ്റൊന്നുമല്ല, മനസ്സിൻ്റെ ഉള്ളിൽ ഭയം കൊണ്ടുണ്ടാകുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യപ്പെടുന്ന നെഗറ്റീവ് മൂവി, ആ നെഗറ്റീവ് മൂവി കാണാൻ തുടങ്ങുമ്പോൾ അതുവരെ കണ്ട് ഉണ്ടാക്കി വെച്ചതായിരിക്കുന്ന ഫീലിംഗ് ഉപബോധ മനസ്സ് നടന്നു വരാൻ തുടങ്ങും. രണ്ടും കൂടെ വരുമ്പോൾ കാലിൻ്റെ മുട്ടിടിക്കാൻ തുടങ്ങും, കൈവയർക്കാൻ തുടങ്ങും, വിറയ്ക്കാൻ തുടങ്ങും, തൊണ്ട വരളാൻ തുടങ്ങും. എന്തൊക്കെയാണ് സംഭവിക്കുക? ഒരു പക്ഷേ നമ്മുടെ നെഞ്ചുവേദന തോന്നും ചിലർക്ക് ലൂസ് മോഷൻ വരും. അങ്ങനെ സ്ട്രെസ് റിലേറ്റഡ് ആയിരിക്കുന്ന രോഗങ്ങളുടെ അവസ്ഥയിലേക്ക് വരെ മനുഷ്യന്മാർ ഇതൊക്കെ കൊണ്ടെത്തിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അഥവാ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്തരം നിരന്തരമായിരിക്കുന്ന നെഗറ്റീവ് മൂവി ക്രിയേറ്റ് ചെയ്യപ്പെടും, അത് കണ്ടുകൊണ്ട് ഞാൻ ആ ഫീലിംഗ് എൻ്റെ ഉള്ളിൽ അബ്സർവ് ചെയ്യും. ആ ഫീലിങ്ങിനനുസരിച്ച് എൻ്റെ ഇമോഷൻസ് സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആ രീതിയിലൊരു റിസൾട്ട് ഞാൻ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. ഈ മനഃചിത്രം ഉണ്ടാക്കിയതും റിയാലിറ്റിയും തമ്മിൽ ഒരുപക്ഷെ ഒരു ബന്ധം ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നിരുന്നാൽ പോലും മനസ്സിൻ്റെ വീക്ക്നെസ് ആദ്യം അത് കാണിച്ചു തരുന്നത് ഇത്തരം നെഗറ്റീവ് ആയിരിക്കുന്ന ഫയലുകളും ചിത്രങ്ങളെ ആയിരിക്കും. മാക്സിമം നെഗറ്റിവിറ്റിയെ സ്വീകരിക്കും. ആ മാക്സിമം നെഗറ്റിവിറ്റിയുടെ ചിത്രം കാണാൻ തുടങ്ങി ഉപബോധ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഫീലിംഗ് എന്തായിരിക്കും? ഫെയിലിയർ. റിസൾട്ട് എന്തായിരിക്കും? ഫെയിലിയർ. സങ്കടം, നിരാശ, ടെൻഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒഴുകി വരാൻ തുടങ്ങും. ഒരു പ്രാവശ്യം പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതോട് കൂടിയിട്ടോ മനസ്സ് 100% വിശ്വസിച്ചു, അല്ല മനഃചിത്രം കണ്ടത് മാത്രമല്ല ഞാൻ നേരിട്ട് പോയപ്പോൾ ഇത് തന്നെയായിരുന്നു അനുഭവം എന്ന്. ആ അനുഭവം ഉണ്ടായതിൻ്റെ പിന്നിലെ രഹസ്യം എന്തായിരുന്നു? നേരത്തെ നിങ്ങൾ കണ്ടതായിട്ടുള്ള മനഃചിത്രങ്ങളായിരുന്നു. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളതായിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന സങ്കല്പത്തിന് അതിനെ മാറ്റാൻ വേണ്ടി മനസ്സിൻ്റെ ഉള്ളിൽ
പർപ്പസ്ഫുള്ളി പോസിറ്റീവായിരിക്കുന്ന ചിത്രം ഉണ്ടാക്കണം. നമ്മുടെ ഉപബോധ മനസ്സിന് സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കുന്ന മെസ്സേജസ് ആണ് കളറും ചിത്രങ്ങളും സൗണ്ടും. ഇത് മൂന്നിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു പുതിയ മനഃചിത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോവുകയാണ് പബ്ലിക്കിൽ. സംസാരിക്കാൻ പോകുന്ന സമയത്ത് എത്ര ആളുകളുടെ ക്രൗഡുണ്ടോ ആ ക്രൗഡിന് മുന്നിൽ കണ്ടു നോക്കൂ. ആ ക്രൗഡിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മനോഹരമായിട്ട് സംസാരിക്കുകയും, സംസാരിച്ചു കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ നിങ്ങൾ സംസാരിച്ചപ്പോൾ 1 മിനിറ്റ് പോലെ കടന്നുപോയി, സമയം പോലും അറിഞ്ഞില്ല, ഞങ്ങൾക്ക് എന്ത് രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ടതായിട്ടുള്ള കയ്യടി, ആളുകളുടെ അപ്രീസിയേഷൻ, അവരുടെ മുഖത്ത് നിറഞ്ഞ ആനന്ദം, ആ സ്ഥലത്തുണ്ടാവുന്ന നിങ്ങൾ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള സ്റ്റേജ്, ആ സ്റ്റേജിലെ ലൈറ്റ്, അവിടെയുള്ളതായിട്ടുള്ള കളേഴ്സ്, അങ്ങനെ എന്തൊക്കെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ചിത്രത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടെ നന്നായിട്ട് സംസാരിച്ച് ആളുകളോട് മുഴുവൻ പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയതായിരിക്കുന്ന ഒരു ദൃശ്യത്തെ വിഷ്വലൈസ് ചെയ്യാം. ഒരു കാര്യം കൺവിൻസ് ചെയ്തുകൊണ്ട് ആ കാര്യം നമുക്ക് നടത്തിയെടുക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അവരുടെ ഹൃദയത്തിൽ പോയി തട്ടിയെന്നും അവരതിന് 100% സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അംഗീകാരം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യാൻ റെഡിയായി, നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി, ഏത് രീതിയിൽ നിങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യണോ, മനസ്സിലാക്കിക്കണോ, ആ രീതിയിൽ മനസ്സിലാക്കിച്ചതായിട്ടും അവർ അംഗീകരിച്ചതായിട്ടും ആ ദൃശ്യത്തെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. ഒപ്പം അവിടെയുള്ളതായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കണം. കാരണം നിങ്ങളെ ആളുകൾ കൈയടിക്കുകയാണെങ്കിൽ ആ കൈയടിക്കുന്ന ശബ്ദം കേൾക്കണം. അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ അംഗീകരിക്കപ്പെടുന്ന വേർഡ്സിനെ, കൺഗ്രാജുലേഷൻസിൻ്റെ വേർഡ്സിനെ നമ്മൾ കേൾക്കണം ആളുകൾ പറയുന്നത്. അത് കേട്ട് എത്ര തവണ അത് കേൾക്കുന്നുണ്ടോ അതും സഹായിക്കും. ഒപ്പത്തിനൊപ്പം തന്നെ സ്വന്തം ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. മീൻസ് ഞാനൊരു സ്പീച്ചിന് വേണ്ടി പോവുകയാണ്, ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെയൊക്കെ അവസാനമായിരിക്കുന്ന റിസൾട്ട് എന്താണ്? ഐ ആം സക്സസ്ഫുൾ. അപ്പം അതുകൊണ്ട് സ്വന്തം ശബ്ദത്തിൽ ഐ ആം സക്സസ്ഫുൾ, ഐ ആം മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റി, ഇങ്ങനെയുള്ളതായിട്ടുള്ള പവർഫുൾ അഫർമേഷൻസിനെ സ്വന്തം സൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയും അതിനെ വീണ്ടും വീണ്ടും കേട്ട് ഫീൽ ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സൗണ്ടിൻ്റെ ടെക്നിക്കും ഉപയോഗിക്കാം. സ്വന്തം സൗണ്ട് ഉപയോഗിക്കാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ശബ്ദത്തെ കേട്ടു നോക്കുക, അവിടെ ആളുകളുടെ കയ്യടി. ഇനി ചില സ്പീച്ചൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത്ര മോട്ടിവേഷൻ സ്പീച്ചസ് ഒക്കെ ആണെങ്കിൽ ആളുകൾ സന്തോഷം കൊണ്ട് എന്നിട്ട് വിസിലടിക്കാറുണ്ട്, ഹൂട്ട് ചെയ്യാറുണ്ട്. അപ്പം എല്ലാം തന്നെ സന്തോഷം കൊണ്ട് വിസിലടിക്കുന്ന ആൾക്കാർ, ഓടിടുന്ന ആൾക്കാർ, സന്തോഷം കൊണ്ട് ചില എഴുന്നേറ്റ് നിൽക്കുന്നു, റെസ്പെക്റ്റോട് കൂടി എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത്തരത്തിലായിട്ടുള്ള ദൃശ്യങ്ങളെ കണ്ട് അത് നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കാൻ തുടങ്ങും. അങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങും തോറും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ ഭയത്തെ അതിജീവിച്ചുകൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാര്യം അതെന്ത് തന്നെ ആയിക്കോട്ടെ, പബ്ലിക് സ്പീച്ച് ആവട്ടെ, നാളെ നമ്മുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണമാണ്, അതിൻ്റെ പെർഫോമൻസ് ആവട്ടെ, നാളെ ഒരു സ്റ്റേജ് ഫംഗ്ഷനാണ്, അവിടെ നിങ്ങൾ എന്തെങ്കിലും പെർഫോമൻസ് ആയിക്കോട്ടെ, ലൈഫിൽ നിങ്ങൾക്ക് റിസ്ക് എന്ന് തോന്നുന്ന ഭയം ജനിപ്പിക്കുന്ന സാഹചര്യം എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിൽ മൈൻഡ് മൂവിയിൽ പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ നെഗറ്റീവായിരിക്കുന്ന ഫയലിനെയും ഇമോഷൻസിനെ ഡിലീറ്റ് ചെയ്യാനും പോസിറ്റീവായിരിക്കുന്ന ഫയലിനെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇത് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു ദിവസം എത്ര തവണ ഞങ്ങളിത് റിപ്പീറ്റ് ചെയ്യണം, ഒരു ദിവസം എത്ര ദിവസങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യണം? ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര ദിവസമായി നിങ്ങൾ ഈ നെഗറ്റീവ് ഫയൽസ് കാണാൻ തുടങ്ങിയിട്ട്? അൺലിമിറ്റഡ് നമ്പർ ഓഫ് ടൈംസ്. പേടി കൊണ്ട് എനിക്കൊരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം അൺലിമിറ്റഡ് നമ്പർ ഓഫ് ടൈംസ് അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കുന്ന സൈഡിനെ കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം, നിങ്ങൾ കണ്ടിരിക്കുന്നു എന്നർത്ഥം. എത്ര തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ തവണ നിങ്ങൾ കാണൂ. രാവും പകലും മൂണിലും ഉറക്കത്തിലും ഒക്കെ നിങ്ങൾ ആ ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുക, അത് കേട്ടുകൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ നമുക്കറിയാം ആക്ച്വൽ വേല അത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വയം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പം എനിക്ക് അങ്ങനെ പേടിയേ തോന്നുന്നില്ല, ഇപ്പോൾ ഫ്രീ ആയി തോന്നുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിക്കൊണ്ട് നമ്മുടെ ഫീലിംഗ് പാർട്ടിൽ പോസിറ്റീവ് സൈഡ് വരാൻ തുടങ്ങും. അങ്ങനെ ആ ഒരു പാർട്ടിനെ അതിജീവിക്കാൻ എത്ര തവണ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യം നിങ്ങൾക്കല്ലേ അറിയൂ, ഈവൻ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അതാണ് സത്യം. കാരണം ഭയം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര തവണ ആവർത്തിച്ചു വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ലിമിറ്റും നമ്മുടെ അടുത്തില്ല. അതുകൊണ്ട് എത്ര തവണ നടന്നിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ തവണ പോസിറ്റീവായിട്ടുള്ള മൂവി കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എത്ര തവണ നിങ്ങൾ ചെയ്യണം? ആ ഡിലീറ്റ് ചെയ്യപ്പെടും വരെ അത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ തൻ്റെ മനസ്സിനുള്ളിൽ ഒരു പോസിറ്റീവ് മൂവി ക്രിയേറ്റ് ചെയ്യും.
മനസ്സിൻ്റെ മേലെ അധികാരിയാവുകയും ചെയ്ത മനസ്സ് തോറ്റാ തോറ്റു, മനസ്സ് ജയിച്ചാൽ ജയിച്ചു. അതുകൊണ്ട് സ്വന്തം മനസ്സിൻ്റെ മേലെ അധികാരിയായിക്കൊണ്ട് മൈൻഡ് മൂവിനെ പോസിറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഏതൊരു വീക്ക്നെസ്സിനും ഏതൊരു ഭയത്തിനും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത്തരത്തിൽ പോസിറ്റീവായിരിക്കുന്ന മൈൻഡ് മൂവി ക്രിയേറ്റ് ചെയ്യാനും ജീവിതത്തിൽ ഭയപ്പെടുന്ന എല്ലാ സാഹചര്യത്തിനും അതിജീവിച്ചുകൊണ്ട് വിജയത്തിലേക്ക് പോവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.